Hello dear friends, welcome to RJ's physics classes. Electromagnetic induction. മൈക്കിൾ ഫാരഡെ തുടങ്ങി വെച്ച സുന്ദരമായ ഒരു ലോകം. മാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ നമ്മൾ പഠിച്ചത് ഫാരഡേന്റെ ലോകൾ പഠിച്ചു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ E ഈക്വൽ ടു d∅dt. അതിനെ ലെൻസ് മോഡിഫൈ ചെയ്തു E ഈക്വൽ ടു മൈനസ് d∅dt. അതായിരുന്നു ലെൻസ് ലോ. ഇറ്റ് ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അല്ലെ, മെക്കാനിക്കൽ എനർജി റിക്വയർഡ് ഫോർ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോയിൽ ആൻഡ് മാഗ്നറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതായിരുന്നു ലെൻസ് ലോ നമ്മളെ പഠിപ്പിച്ചത്. ഓക്കെ, അത്രയും ടോപ്പിക്കാണ് ആക്ച്വലി നമ്മളതിൽ പഠിച്ചു വെച്ചത്. ഇനി ഉള്ളത് മോഷണൽ EMF എന്ന് പറഞ്ഞ പാർട്ടാണ്. ഓക്കെ, മോഷണൽ EMF ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF. When a conductor is moving in a magnetic field with a velocity v, the EMF induced at the ends of the conductor. അതെത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. സോ മോഷണൽ EMF, that is our today's topic. Okay, മോഷണൽ EMF. സോ ആസ് യൂഷ്വൽ ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ സുന്ദരമായ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളും ഞാനും റെഡി ആയിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടെ ഒരു കണ്ടക്ടർ നീങ്ങാണ്. അപ്പോൾ ഞാൻ ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണ്. ഇത് ഏത് മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്കറിയാലോ? ഇൻവേർഡ് ഫീൽഡ്. ഓക്കെ, ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡാണ് വരച്ചത്. ക്രോസ് ഇൻവേർഡ് ആണ്, ഡോട്ട് ഔട്ട്വേർഡ് ആണ്. ഓക്കെ, ഇതിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ, L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങാണ് വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, ഒരു കാര്യം ഉറപ്പല്ലേ, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഇങ്ങനെ ഒരു കണ്ടക്ടർ നീങ്ങുമ്പോൾ ഫീൽഡ് ലൈൻസ് കട്ടാവുന്ന ഉറപ്പാണ്. കാരണം ഇൻവേർഡ് ഇങ്ങനെ തുളച്ച് കയറിപ്പോണ രീതിയിൽ, ഈ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ ഇങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക? ഇതിനെ കട്ട് ചെയ്യുന്ന ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ ആ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന 100% ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാവണം നിർബന്ധമില്ല. കറണ്ട് ഉണ്ടാവണമെങ്കിൽ ദ സർക്യൂട്ട് മസ്റ്റ് ബി ക്ലോസ്ഡ്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിലും അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞ ലോജിക് ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഞാൻ നെഗറ്റീവ് സൈനെ ഒഴിവാക്കാണ് ലെൻസ് ലോ പ്രകാരമുള്ളത്. കാരണം അത് ഡയറക്ഷൻ കാണിക്കാൻ മാത്രമാണ്. നമുക്കിപ്പോൾ വേണ്ടത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ ആണ്. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ആവശ്യം. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു d∅dt. And what is this phi? Phi എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. സർഫസ് ഇന്റഗ്രൽ B ഡോട്ട് dA or simply phi is equal to BA. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? BA എന്നുള്ള ക്വാണ്ടിറ്റി കൊടുക്കാം. d/dt ഓഫ് BA. ബിനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ E ഈക്വൽ ടു B ഇൻറ്റു dA/dt. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി T സമയം കൊണ്ട് ഈ കണ്ടക്ടർ എത്തിയത് X ദൂരാണെന്ന് വിചാരിക്കാം. X ദൂരം വരെയാണ് ഈ കണ്ടക്ടർ എത്തിയത് ഡ്യൂറിങ് എ ടൈം ഇന്റർവെൽ T. ഓക്കെ, X ദൂരം അത് എത്തുകയാണ്. അപ്പോൾ ഇത് കവർ ചെയ്ത ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, സോ T സമയം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ നീങ്ങിയിട്ട് ഇവിടെ എത്തുകയാണ്. ക്ലിയർ അല്ലേ?
ടി സമയം കൊണ്ട് ഈ പൊസിഷനിൽ നിന്നിരുന്ന കണ്ടക്ടർ മൂവ് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്ക് എത്തിച്ചേരാണ്. ഓക്കെ, സോ ആ കണ്ടക്ടർ കവർ ചെയ്ത ഏരിയ എത്ര ആയിരിക്കും? നോ ഡൗട്ട് ഇറ്റ്സ് എ റെക്ടാംഗിൾ. ഇറ്റ്സ് ഏരിയ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to B d by dt of Lx. ഇതിൽ എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to BL into dx by dt. dx by dt എന്താ നമുക്കറിയാം? വെലോസിറ്റി. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to BLV. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങണ സമയത്ത് ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ആണ് E ഈക്വൽ ടു BLV. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു BLV എന്ന് വരും. ഓക്കെ, ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഐഡിയ. E എന്ന് പറഞ്ഞാൽ d5 by dt. ഫൈ എന്ന് പറഞ്ഞ ബി എ ആണ്. അപ്പൊ ഫൈ എന്നുള്ളതിന് പകരം ബി എന്ന് കൊടുക്കുക, ബിനെ പുറത്തേക്ക് എടുക്കാം. സിൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ ബി ഇൻറ്റു ഡി എ ബൈ ഡി ടി. ക്ലിയർ അല്ലേ? ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എൽ ഇൻറ്റു എക്സ് കൊടുക്കുക. എല്ലിനെയും പുറത്തെടുത്തു, ബി എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. dx by dt is nothing but velocity. Okay, dx by dt എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇൻഡ്യൂസ്ഡ് EMF is equal to BLV. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? BLV ആണ്. പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇതിന്റെ മെക്കാനിസം നമ്മൾ ഒരിക്കൽ കൂടെ നോക്കുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങണം. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങണം. ഓക്കെ, അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ നീങ്ങുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ്. ഓക്കെ, സോ ഈ കണ്ടക്ടർ നീങ്ങണ സമയത്ത് കോടാനുകോടി ഇലക്ട്രോണുകൾ നീങ്ങി എന്ന് പറഞ്ഞാൽ പോരെ? ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ട്. ആ ഇലക്ട്രോൺ നീങ്ങി എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഓക്കെ, അപ്പൊ ആ കണ്ടക്ടർ നീങ്ങി എന്ന് പറഞ്ഞതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? കോടിക്കണക്കിന് ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റം നീങ്ങി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഓക്കെ, സോ ആ ഇലക്ട്രോൺസിന്റെ മുകളിൽ ആക്ട് ചെയ്യണ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാവും? ആ ഇലക്ട്രോൺസിന്റെ മുകളിൽ ആക്ട് ചെയ്യണ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാവും? ഏതാണ് അവിടെ ആക്ട് ചെയ്യണ ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ്. F is equal to Q into V cross B. അതിന്റെ ഡയറക്ഷൻ കിട്ടാൻ നമ്മൾ രണ്ട് റൂളുകൾ പഠിച്ചിരുന്നു. അതേതൊക്കെയാ രണ്ട് റൂളുകൾ? ഒന്നാമത്തെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഓക്കെ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇതാണ് ഏറ്റവും എളുപ്പം. റൈറ്റ് ഹാൻഡ് പാം റൂൾ ആണ് ഏറ്റവും സിമ്പിൾ. ഓക്കെ, സോ ഈ 4 ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും ആ ചാർജ് മൂവ് ചെയ്യണത് തമ്പിന്റെ ഡയറക്ഷനിലും ആണെങ്കിൽ പാം എന്തിനാണ് കാണിക്കുക? കറണ്ടിനാണ് കാണിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്കുള്ള ഐഡിയ സിമ്പിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നീങ്ങണത് മൊത്തം ഈ ഡയറക്ഷനിലേക്ക്, അപ്പോ പാം എങ്ങോട്ടാ നിൽക്കണത്? മുകളിലേക്ക്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൊടുത്താലും അതന്നെയാണ് കിട്ടുക. 4 ഫിംഗർ ഫീൽഡ്, മിഡിൽ ഫിംഗർ മോഷൻ ഓഫ് ചാർജ്, ദെൻ തമ്പ് റെപ്രസെന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോ ഇതിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. പോസിറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. ലോറൻസ് ഫോഴ്സ് പ്രകാരം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പറഞ്ഞത് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റൂള് പറഞ്ഞത് പോസിറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് ആണ്. പോസിറ്റീവ് ചാർജ് മുകളിലേക്കാണ് പോണെന്ന് പറഞ്ഞാൽ വാട്ട് അബൌട്ട് ഇലക്ട്രോൺസ്? ഇലക്ട്രോൺസ് വിൽ മൂവ് ഡൗൺവേർഡ്സ്. സംശയമൊന്നുമില്ലല്ലോ. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോരാ? താഴേക്കാണ് പോരാ. ഗോട്ട് ഇറ്റ്?
പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് ഐഡിയ കിട്ടും. ഇലക്ട്രോൺസ് താഴേക്ക് പോരും. അപ്പോൾ ഈ കണ്ടക്ടർ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ള ഇലക്ട്രോൺസ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണ്? ഓക്കെ, ഇലക്ട്രോൺസ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞത് വരെ സംശയമൊന്നുമില്ലല്ലോ. പോസിറ്റീവ് ചാർജ് മുകളിലേക്ക് പോവും എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നത് ഇലക്ട്രോൺസ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് ആക്ച്വലി അവിടെ സംഭവിക്കണേ. ഓക്കെ, ഇപ്പം ഇലക്ട്രോൺസ് താഴേക്ക് പോരും. ആ പറഞ്ഞത് വരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഒരു ഇലക്ട്രോൺ താഴേക്ക് വന്നാൽ അയാൾ ഇവിടെ ചെന്ന് നിൽക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഇലക്ട്രോൺ താഴേക്ക് വന്നാലോ, ഈ ഇലക്ട്രോൺ ഇനി വരുന്ന ഇലക്ട്രോണിനെ മുകളിലേക്ക് തള്ളും. കാരണം അവിടെ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫോഴ്സ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. സോ എന്നാലും മാഗ്നറ്റിക് ഫോഴ്സ് വലുതാണ്. അപ്പൊ രണ്ടാമത്തെ ആളും സപ്രസ്ഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കും. പക്ഷേ ആ യൂണിയന്റെ ശക്തി കൂടും. ഇനി മൂന്നാമത്തെ ഇലക്ട്രോൺ വന്നു, നാലാമത്തെ ഇലക്ട്രോൺ വന്നു, അഞ്ചാമത്തെ ഇലക്ട്രോൺ വന്നു. അങ്ങനെ കുറേ ഇലക്ട്രോൺസ് വരുമ്പോൾ ഈ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് ഭയങ്കരവും. സോ ഇനി വരുന്ന ഇലക്ട്രോണിനെ ഈ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ആയിട്ട് തള്ളും. ഏതോ ഒരു മൊമെന്റ് എത്തുമ്പോൾ മുകളിലേക്കുള്ള ഇലക്ട്രിക് ഫോഴ്സും താഴേക്കുള്ള മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആവണ സമയത്ത് അതിന്റെ ഫ്ലോ നിൽക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് എപ്പോൾ എത്തണോ ആ മൊമെന്റ് വരെ ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഒഴുകില്ല. ഓക്കെ, സോ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഫോഴ്സ് ഓക്കെ ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് വെട്ടിക്കളയാലോ. ഇനി നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇ, ഇതിനെ ഡോട്ട് എൽ എടുക്കുക, ഇവിടെയും ഡോട്ട് എൽ എടുക്കുക. ഇ ഡോട്ട് എൽ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമുക്കറിയാം, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലിനല്ലേ നമ്മൾ ഇവിടെ ഇ എന്ന് വിളിക്കണത്. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് വി ക്രോസ് ബി ഡോട്ട് എൽ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബോക്സ് പ്രൊഡക്റ്റ്. ഇതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ശരിക്കുള്ള ഇക്വേഷൻ. ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് ആക്ച്വലി എന്ത് വന്നത്, ബി എൽ വി എന്നുള്ള ക്വാണ്ടിറ്റി ആയിട്ട് മാറിയുന്നത്. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു വി ക്രോസ് ബി ഡോട്ട് എൽ. വെക്ടറിന്റെ ഐഡിയ പ്രകാരം ഒരു ബോക്സ് പ്രൊഡക്റ്റിലെ ഡോട്ടും ക്രോസും നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. എന്ന് പറഞ്ഞാൽ വി ഡോട്ട് ബി ക്രോസ് എൽ ആക്കാം, ഓക്കെ, അല്ലെങ്കിൽ വി ഡോട്ട് ബി ക്രോസ് എൽ ആക്കാം. അവനോന്റെ ഇഷ്ടമാണ്. ഇതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യണ അടുത്ത പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദിസ് ലെങ്ത്? ആ ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ പറ്റണ പരമാവധി ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, എൽ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അറ്റ് വിച്ച് ദ ഇലക്ട്രോൺ ക്യാൻ ട്രാവൽ ഫ്രോം ടോപ്പ് ടു ബോട്ടം. ഇറ്റ് ഈസ് കോൾഡ് എൽ. ഓക്കെ, സോ ഈ കേസിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ പറ്റുക. സോ എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഒരിക്കൽ കൂടെ പറഞ്ഞ ടേം പറയാം. ഇലക്ട്രോണിന് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡ് വരെ സഞ്ചരിക്കാൻ പറ്റണ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുക, എൽ എന്ന് വിളിക്കുക. ഓക്കെ, ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അറ്റ് വിച്ച് ദ ചാർജ് ക്യാൻ മൂവ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഡ്യൂറിംഗ് ദിസ് മോഷൻ ഇറ്റ്സ് കോൾഡ് എൽ. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു വി ക്രോസ് ബി ഡോട്ട് എൽ. ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ കണ്ടക്ടർ മൂവ് ചെയ്യണ സമയത്ത് ഇലക്ട്രോൺസ് താഴേക്ക് മൂവ് ചെയ്യും. ഓരോ ഇലക്ട്രോൺ താഴെ എത്തുമ്പോഴും ഇലക്ട്രിക് ഫോഴ്സിന്റെ ശക്തി കൂടി കൂടി വരും. ഒരു മിനിമം ടൈം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സർട്ടൻ ടൈം എത്തുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിന്റെ അപ്വേർഡ് ഇലക്ട്രിക് ഫോഴ്സും ഡൗൺവേർഡ് മാഗ്നറ്റിക് ഫോഴ്സും എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് മാറും. ആ സമയം വരെ ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതില് എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഈ ചാർജ് സെപ്പറേഷൻ കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും.
ഓക്കെ, ആ ഒരു മിനിമം ടൈം വരെ അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും, കാരണം ചാർജ് ഒഴുകിയും കൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ചെറിയ കറണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ആൻഡ് ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ അതാണല്ലോ നമ്മൾ പറയുന്നത് മോഷണൽ EMF എന്നാണ്. ലോജിക് ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ഉള്ള അടുത്തൊരു റൂള്, ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ഒന്നുകിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ റൂള് പറയണത് ഇങ്ങനെയാണ്: സ്ട്രെച്ച് ദ 3 fingers of our right hand in the mutually perpendicular direction such that forefinger indicate field, thumb represents traveling of the conductor, then middle finger will indicate induced current. Forefinger field, thumb represents traveling of the conductor, and central finger will give current. Forefinger field, thumb traveling of the conductor, central finger will give current. Forefinger field, thumb traveling of the conductor, central finger current, induced current. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റോൾ, ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗേഴ്സ്, കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തമ്പ്. അപ്പോ നമ്മളുടെ കൈവെള്ള എങ്ങോട്ടാണോ നിൽക്കുന്നത് അതായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ആകെ ഒരു കയ്യും മതി, ഇയാളെ വേണ്ട. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഐഡിയ കിട്ടും. ഈ 4 ഫിംഗേഴ്സ് ഫീൽഡും, thumb represents traveling of the conductor, then our palm will indicate direction of induced current. Got it? ഇതാണപ്പോ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF, E equal to BLV. ഓക്കെ, ഇതാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ഇൻഡ്യൂസ്ഡ് കറന്റ്? എന്തായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ, സോറി ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ വാല്യൂ? നോ ഡൗട്ട് വി നോ ഓംസ് ലോ, കറന്റ് ഈസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോ BLV divided by R. Then what should be induced power? പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. സ്വാഭാവികമായിട്ടും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് B square L square V square by R. What should be induced energy? പവർ കിട്ടിയ എനർജി കിട്ടാൻ എളുപ്പമാണ്, പവറിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ മതി. B square L square V square by R into T. Okay, what should be induced force? Very simple. പവർ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ വെലോസിറ്റി ആണ്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പവർ ബൈ വെലോസിറ്റി. സ്വാഭാവികമായിട്ടും ഇതിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. B square L square V divided by R. This is the expression for induced force. നമ്മൾ പഠിച്ച ബേസിക് ഐഡിയ എന്ന് കിട്ടണ കുറേ കാര്യങ്ങൾ. ഇൻഡ്യൂസ്ഡ് EMF കിട്ടിയാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജും കറണ്ടും അറിയാന്നുണ്ടെങ്കിൽ പവർ കിട്ടും, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പവർ അറിയാന്നുണ്ടെങ്കിൽ എനർജി കിട്ടും, പവർ ഇൻറ്റു ടൈം. ഓക്കെ, ദെൻ പവർ അറിയാന്നുണ്ടെങ്കിൽ ഫോഴ്സ് കിട്ടും, പവർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ഓർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ. അത് നമുക്ക് ഫോഴ്സ് കിട്ടും, ഒരു വീനെ ഒഴിവാക്കിയാൽ മതി. B square L square V divided by R. പറഞ്ഞ ലോജിക് ക്ലിയർ ആണല്ലോ. ഒരിക്കൽ കൂടെ ആ ഇക്വേഷൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇൻഡ്യൂസ്ഡ് EMF is BLV, or simply, or the correct equation, V cross B dot L. V cross B dot L ആണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. EMF കിട്ടിയ കറണ്ട് കിട്ടും, കറണ്ട് കിട്ടിയ പവർ കിട്ടും, ദെൻ എനർജി കാണാം, ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് കാണാം. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ E equal to BLV. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMFന് നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ. ഓർ ഇൻഡ്യൂസ്ഡ് EMF is equal to V cross B dot L. V cross B dot L. Okay. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഒരു കണ്ടക്ടർ ഇങ്ങനെ നിൽക്കണു, ഇങ്ങനെ നീങ്ങണു വിത്ത് എ വെലോസിറ്റി V. വാട്ട് ഷുഡ് ബി ഇൻഡ്യൂസ്ഡ് EMF? ഈ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ്, അതിലുണ്ടാവണ ഇൻഡ്യൂസ്ഡ് EMF എത്രയായിരിക്കും?
In a flash we can say the answer. കാരണം എന്താ, ഇവിടെ വിയും ബിയും പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ 0 ഡിഗ്രി. വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വി ബി സൈൻ തീറ്റ. തീറ്റ 0 ആണെങ്കിൽ വി ബി സൈൻ തീറ്റ 0 വരും. ആൻസർ ഈസ് 0. ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി 0. ലോജിക് ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേനെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഓക്കെ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ട്. ഇങ്ങനെ ഒരു കണ്ടക്ടർ, L ലെങ്ത് ഉള്ള കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഇങ്ങനെയാണ് നീങ്ങണത് വിത്ത് എ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്രയായിരിക്കും? ഓക്കെ, സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൽ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടർ ഇങ്ങനെയാണ് നീങ്ങണതെങ്കിൽ വാട്ട് ഷുഡ് ബി ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. E ഈക്വൽ ടു V ക്രോസ് B ഡോട്ട് L. Here V and B are perpendicular. So theta 0 degree വരും. അപ്പോ VB എന്ന് മാത്രമേ വരുള്ളൂ. V cross B എന്നുള്ളതിന്റെ ഉത്തരം എന്ത് വരും? VB എന്ന് വരും. Not doubt at all. V cross B എന്ന് പറയുന്നത് VB എന്നേ വരുള്ളൂ. കാരണം VB sin തീറ്റ 90 ഡിഗ്രി വരും. അപ്പൊ VB എന്നുള്ള ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം, വി ക്രോസ് ബിന്റെ ഡയറക്ഷൻ. വി ഇങ്ങോട്ട്, ബി ഇങ്ങോട്ട്. സോ ഇതിന്റെ സെന്ററിൽ ഒരു സ്ക്രൂ കൊണ്ടുപോയി വെച്ചു. വിയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ആ സ്ക്രൂവിനെ തിരിച്ചാൽ ആ സ്ക്രൂ എങ്ങോട്ടാ പോവാ? ബോർഡിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറിപ്പോവും. ഇതാണ് L. ബോർഡിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി പോണ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? നോ ഡൗട്ട് 90 ഡിഗ്രി. ഹിയർ വി ക്രോസ് ബി ഡോട്ട് L ആണ്. വി ക്രോസ് ബിന്റെ വാല്യൂ VB ആണ്. ഡോട്ട് L മീൻസ് into L into cos theta. Here the angle between V cross B and L is 90 degree. Cos 90 0. So induced EMF will be 0. Got it? പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞ വളരെ സിമ്പിൾ ആണ് ആ ലോജിക്. ഓക്കെ, എന്ന് പറഞ്ഞ വി ക്രോസ് ബിന്റെ ഡയറക്ഷൻ ഏതാണോ അതും എല്ലും തമ്മിലുള്ള ആംഗിളിന്റെ കോസ് തീറ്റ. അതല്ലേ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത്. സോ വി ക്രോസ് ബി ഇൻവേർഡ്, L upward. So the angle between these two will be 90 degree. Okay, so cos 90 ന്റെ വാല്യൂ 0. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് EMF 0 ആണ് വരിക. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഓക്കെ ഒരു കണ്ടക്ടർ ഇങ്ങനെ ഉണ്ട്. L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടർ ഇങ്ങനെ നീങ്ങാണ്. ഓക്കെ, വിത്ത് എ വെലോസിറ്റി v. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഷുഡ് ബി ഇൻഡ്യൂസ്ഡ് EMF? അത് സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ഒന്നും ചിന്തിക്കാനില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കണ്ടക്ടർ ഇങ്ങനെ നിന്നാലും നോ യൂസ്. അതിന്റെ ആൻസർ എന്താ വരുള്ളൂ? 0. Again induced EMF will be 0. കാരണം V ക്രോസ് ബിന്റെ വാല്യൂ 0 വരും. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്സ്, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ, ഓക്കെ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ, അതിന്റെ ലെങ്ത് L. ഇപ്രാവശ്യം കണ്ടക്ടർ നീങ്ങിയത് ഇങ്ങനെയാണ് വിത്ത് എ വെലോസിറ്റി v. അഗെയിൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. വി ക്രോസ് ബിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആണെന്ന് ഉറപ്പല്ലേ? കാരണം ഇതേ വി ക്രോസ് ബി ആണ് ഇവിടെയും വന്നത്. ഓക്കെ, വി ക്രോസ് ബിന്റെ ഡയറക്ഷൻ ഇൻവേർഡ്. നേരത്തെ കേസിൽ L ഇങ്ങനെ ആയിരുന്നു, അപ്പൊ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇപ്പോഴത്തെ കേസിൽ L ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആണ്. സ്റ്റിൽ ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി.
Okay, so V cross B in the direction value VB varum into L into cos 90. Again, the answer will be 0. ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ലോജിക് വളരെ സിമ്പിൾ ആണ്. VBL 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലൽ വന്നോ ധൈര്യമായിട്ട് പറയാം ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി 0. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലൽ വന്നോ ധൈര്യമായിട്ട് നമുക്ക് പറയാം എന്താണ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി 0. അപ്പൊ സർ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ BLV എന്ന് പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതെങ്ങനെ ശരിയാവുക നോക്കാം. ഇങ്ങനായിരുന്നു നമ്മൾ ഫീൽഡ് വരച്ചേ. ഈ ഫീൽഡിലാണ് ഒരു കണ്ടക്ടർ നീങ്ങണത്. ഇങ്ങനെയുള്ള കണ്ടക്ടർ മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ ഇത് നീങ്ങണത് ഈ ഡയറക്ഷനിലാണ്. ഇതിൻ്റെ ലെങ്ത് L. ഓക്കെ, ഇനി ഈ കേസ് ശരിക്കും നോക്കി നോക്കിയേ. ഇത് V ഇൻവേർഡ് B. വെലോസിറ്റി ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്, വെലോസിറ്റി ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, വെലോസിറ്റി റൈറ്റിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഈ രീതിയിലാണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി V ക്രോസ് B ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റോൾ, V എന്നുള്ള ഭാഗത്ത് നമ്മളെ കൈ വെച്ചിട്ട് ബിയിലേക്ക് തിരിക്കുക. അപ്പൊ തമ്പ് നിൽക്കണത് ഏതോ അതാണ് എന്ത് വരിക? V cross B ന്റെ ഡയറക്ഷൻ വരിക. ഹിയർ V cross B ന്റെ ഡയറക്ഷൻ അപ്വേർഡ്സ് ആണ്. V cross B ന്റെ ഡയറക്ഷൻ അപ്വേർഡ്സ്. V cross B ന്റെ ഡയറക്ഷൻ അപ്വേർഡ്സ്. എല്ലിന്റെ ഡയറക്ഷൻ ഇതാണ്. കാരണം ഇതിൽ പോസിറ്റീവ് ചാർജ് നീങ്ങണ ഡയറക്ഷൻ അതാണല്ലോ L എന്ന് പറഞ്ഞ വരുന്നത്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു? 0 ഡിഗ്രി. സോ cos 90 എന്നുള്ളതിന് പകരം അവിടെ എന്തായിരിക്കും വരിക? cos 0 എന്ന് വരും. cos 0 is 1. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? BLV എന്ന് കിട്ടും. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. അപ്പൊ അതിന്റെ ആൻസർ BLV കിട്ടും. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഏതെങ്കിലും മൊമെന്റിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലൽ വന്നാൽ any of these 3 quantities, if any 2 are parallel, okay, from these 3 quantities, if any 2 are parallel, then we can easily say that induced EMF will be 0. Okay, ഈ കേസ് നോക്കിക്കോളൂ. V and B are parallel. ഈ കേസ് നോക്കിക്കോളൂ. V and L are parallel. ഈ കേസിൽ V and B are parallel. Here ഏതാണ് വരിക? L and B are parallel. നോ പ്രോബ്ലം. എല്ലും ബിയും പാരലൽ ആണ്. അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇൻഡ്യൂസ്ഡ് EMF എന്തായിട്ടും മാറും? 0 വരും. ഓക്കെ, ഇനി all these 3 are perpendicular. മൂന്നും പെർപെൻഡിക്കുലർ ആണെങ്കിലുള്ള ഗുണം മനസ്സിലായില്ലേ? V ക്രോസ് B ന്റെ ഡയറക്ഷൻ മൂന്നാമത്തേന് പാരലൽ. അപ്പൊ തീറ്റ 0 വരും. രണ്ടാമത്തെ തീറ്റ ഇതിൽ വരുന്ന തീറ്റ 0 വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ if 3 are mutually perpendicular, B, L, V are mutually perpendicular, then induced EMF is equal to BLV. ഈ 0 ഡിഗ്രിയും പെർപെൻഡിക്കുലർ അല്ലാത്ത ആംഗിൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും ആംഗിൾ വരാണെങ്കിൽ യൂസ് ദിസ് ഇക്വേഷൻ V cross B dot L. V cross B dot L എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ കണ്ടക്ടർ മൂവ് ചെയ്യണത്, ഓക്കെ, ഈ കണ്ടക്ടർ മൂവ് ചെയ്യണത് 30 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിലാണ്. 30 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിളിലാണ് ആ കണ്ടക്ടർ മൂവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എത്ര ആയിരിക്കും? സിമ്പിൾ. ഇത് V, ഇത് B. ഓക്കെ, സോ വിയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ചാൽ ഇങ്ങനെയാണ് ടോട്ടൽ V ക്രോസ് B വരാം. നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. V ക്രോസ് B. ഓക്കെ, V ക്രോസ് ബിയും L ഇതാണല്ലോ.
അതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാവും? ഇത് നമുക്കറിയാം 90 ഡിഗ്രി ആണ്. ഇതിപ്പോൾ 30 എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? നോ ഡൗട്ട് 60 ഡിഗ്രി. വിയും ബിയും പെർപെൻഡിക്കുലർ ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി VB. വി ക്രോസ് ബിന്റെ വാല്യൂ VB into L into cos 60. So we will get the answer half BLV. This will be the induced EMF. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ളൊരു കണ്ടക്ടർ, ഇത് മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങാണ്. ഓക്കെ, ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നീങ്ങാണ്. ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നീങ്ങണം. ഇതിൻ്റെ റേഡിയസ് R ആണ്. ഇതിൻ്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു BLV എന്നാണ് ഇക്വേഷൻ. കാരണം മൂന്നും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ BLV എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അതിൽ ബി എന്നുള്ള ക്വാണ്ടിറ്റി ബി തന്നെയാണ്, വി എന്നുള്ള ക്വാണ്ടിറ്റി വി തന്നെയാണ്. പക്ഷെ എൽ എന്താന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് നിന്ന് വരുന്ന ഇലക്ട്രോൺ ഈ പോയിന്റ് വരെ എത്തും. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? നോ ഡൗട്ട് 2R. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വരെ 2R ആണ്. കാരണം ഇവിടുന്ന് തുടങ്ങി എങ്ങനെ പോയിക്കോട്ടെ അവസാനിച്ചത് ഇവിടെ അല്ലേ? ഇത് R ആണ്, ഇതും R ആണ്. സോ ടോട്ടൽ ആൻസർ എന്താ വരിക? 2R. അപ്പോൾ ഉത്തരം കിട്ടുക 2BRV. ഇനി ഈ ലെങ്ത് L തന്നെയാണ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇൻഡ്യൂസ്ഡ് EMF മസ്റ്റ് ബി BLV. ഓക്കെ, സോ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നീങ്ങുമ്പോൾ അതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ എന്താണെന്നും അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.